എന്താ ഇവിടെ? വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള പോക്കാണോ? അത് പിന്നെ മോളെ ഞാൻ അച്ഛൻ എന്താ എന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയിലാണോ? നീ വീട്ടിൽ എങ്ങനെ മനസ്സമാനത്തോടെ കഴിയുന്ന പറയുന്നത്? കല്യാണവും കഴിഞ്ഞൊരു കുഞ്ഞിനെയും പ്രതീക്ഷിച്ചിരിക്കുന്നവനെയാ നീ പ്രേമിക്കുന്നത്. അവന് നിന്നെ തിരിച്ച് ഇഷ്ടമാണെങ്കിൽ പോട്ടേന്ന് വെക്കാമായിരുന്നു. അതും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ വെറുതെ നാണം കിടുന്നത്? ഞാൻ ആരെ ഇഷ്ടപ്പെടണം എന്നുള്ളത് എന്റെ മാത്രം തീരുമാനമാ. എന്റെ ഇഷ്ടങ്ങൾ വകവയ്ക്കാതെ അച്ഛൻ നടത്തിയ കല്യാണത്തിന്റെ അനന്തര ഫലവാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എനിക്ക് അരീക്ഷനെ തിരഞ്ഞെടുത്തതിൽ ഒരു തെറ്റ് പറ്റി, അത് ഞാൻ സമ്മതിച്ചു. എന്ന് കരുതി നീ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് അതിനേക്കാൾ വലിയ തെറ്റാണ്. ഈ വീട്ടിൽ ആരും നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഭാനുമതി അമ്മ. ആ തള്ള എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിനക്ക് വിഷം കലക്കി തരൂന്ന്. ഞാൻ കഷ്ടപ്പെട്ട ആ തള്ളെ ഒന്ന് ട്രാക്കിലാക്കി കൊണ്ടുവന്നതായിരുന്നു. അപ്പോഴാ ആ ആക്സിഡന്റ് സംഭവിച്ചത്. അച്ഛൻ ആ ഗിരിയേട്ടനെ കൊല്ലാൻ ശ്രമിച്ചെന്നാ അവര് വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ എല്ലാം കുളമായി. അയ്യോ മോളെ, സത്യമായിട്ട് ഞാനല്ല അത് ചെയ്തത്. ഞാൻ അത്രയ്ക്കും വലിയ ദുഷ്ടനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛനല്ല അത് ചെയ്തെന്ന് എനിക്ക് നന്നായി അറിയാം. അതച്ഛൻ ദുഷ്ടനല്ലാത്തോണ്ടൊന്നുമല്ല. ഗിരിയേട്ടനെ കൊല്ലാൻ ശ്രമിക്കാനുള്ള ധൈര്യമൊന്നും അച്ഛനില്ല. ഗിരിയേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത് ഗോപാൽജിയാ. അയാൾക്ക് അതിനുള്ള താക്കീത് കൊടുത്തിട്ടാ ഞാൻ വരുന്നേ. അയ്യോ, എന്തിനാ മോളെ അവന് വേണ്ടി ഗോപാൽജി എതിർക്കാൻ നിൽക്കുന്നത്? അദ്ദേഹവുമായി ശത്രുത ഉണ്ടാക്കുന്നത് നിനക്ക് നല്ലതിനല്ല. അദ്ദേഹം വിചാരിച്ച ഈ നാട്ടിൽ നടക്കാത്തായി ഒന്നുമില്ല. എനിക്കയാളെ പേടിയൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനും തയ്യാറാവണം. അതാണ് ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ലക്ഷണം. അയാളുടെ എല്ലാ കള്ളക്കഥകളും ഞാൻ ഗിരിയേട്ടനോട് പറയുന്നത് ഞാൻ ഗോപാൽജിയോട് പറഞ്ഞു. അത് കേട്ടതും അയാൾ പേടിച്ചു വിറച്ചു. ഈ നാട്ടിലെ ഏറ്റവും കാശുകാരനും സ്വാധീനമുള്ള ആളും ഗോപാൽജിയല്ലേ? എന്നിട്ടും അയാൾക്ക് ഗിരിയേട്ടനെ പേടിയാണെങ്കിൽ ശരിക്കും ആരാ കൂടുതൽ കരുത്തൻ? ഗിരിയേട്ടനല്ലേ? പ്രേമിക്കുവാണെങ്കിൽ അങ്ങനൊരാളെ പ്രേമിക്കണം. മോളെ, അവനീ കാണിക്കുന്ന ഷോ ഒക്കെ അവൻ്റെ ആരോഗ്യത്തിൻ്റെ ബലത്തിലാണ് ചെയ്യുന്നത്. എന്നെങ്കിലും ഒരിക്കൽ ഇത് നഷ്ടപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് അവൻ്റെ ശത്രുക്കൾ എല്ലാവരും കൂടി അവനെ വളഞ്ഞിട്ട് ആക്രമിക്കും. അപ്പോൾ അവനെ വിശ്വസിച്ച് നടക്കുന്ന കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയേണ്ടി വരും. ഇങ്ങനെ എല്ലാത്തിനെയും പേടിച്ച് ജീവിക്കാൻ അച്ഛൻ എങ്ങനെയാ കഴിയുന്നേ? വെറുതെ അല്ല അച്ഛൻ ഹരീഷിനെ എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. അവനും അച്ഛനെ പോലെ തന്നെ ഭീരുവാ. 100 ദിവസം കഴുതയെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഒരു ദിവസം പുലിയെ പോലെ ജീവിക്കുന്നതാ. അങ്ങനെയുള്ള പുലിക്കുട്ടികളെ ഞങ്ങൾ പെണ്ണുങ്ങൾക്കിഷ്ടം. അത് ശരിയാ. ഉത്തരവാദിത്തോടെ കുടുംബത്തെ നോക്കുന്ന ആണുങ്ങളെ നിന്നെ പോലെയുള്ള പെണ്ണുങ്ങൾ കാണുന്നത് കഴുതകളായി തന്നെയാണല്ലോ. നീ പുലിയുടെ പുറകെ തന്നെ നടന്നോ, അവസാനം ആ പുലിയുടെ കൈ കൊണ്ട് തന്നെയായിരിക്കും നിന്റെ അവസാനം. ഒരച്ഛനെന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട കടമ നിന്നെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാമെന്നത് മാത്രമാണ്. ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിച്ചോ? എന്താ മഞ്ജു? സർ, ഗിരിയേട്ടൻ ആക്സിഡന്റിൽ പെട്ട കാര്യം ഞാൻ സാറിനോട് പറഞ്ഞിരുന്നല്ലോ. അവനിപ്പോ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. എന്നാലും ആരെങ്കിലും സഹായിക്കാനില്ലെങ്കിൽ ബുദ്ധിമുട്ടാ. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനാ വിളിച്ചത്. എങ്ങനെയെങ്കിലും ലീവ് കിട്ടാൻ വഴിയുണ്ടോ സർ? അയ്യോ മോളെ, നിനക്ക് ഇവിടുത്തെ അവസ്ഥ അറിയില്ലേ? ഡൽഹിയിൽ നിന്ന് വരുന്ന മന്ത്രിക്ക് സെക്യൂരിറ്റി കൊടുക്കണം. അവരൊരു വനിതയായതുകൊണ്ട് നിനക്ക് വനിതയ്ക്കും ആയിരിക്കും ഡ്യൂട്ടി. അനിത മാഡത്തിന് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. മാനേജൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ അനിതയുടെ സ്വഭാവം മോക്കറിയില്ലേ? നീ വന്നില്ലെങ്കിൽ അതൊരവസരമായി കണ്ട് നിനക്കെതിരെ റിപ്പോർട്ട് എഴുതി മോളിലേക്ക് അയക്കും. പിന്നെ അത് മോൾക്കൊരു തലവേദനയാകും. ഈ അവസ്ഥയില്
ലീവ് എടുക്കരുതെന്ന് പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ സാഹചര്യം അതാണ് മോളെ. എന്തു വേണമെന്ന് നീ ആലോചിച്ച് തീരുമാനം എടുക്ക. ശരി സർ. എന്താ മോളെ? സ്റ്റേഷനിൽ നിന്ന് ലീവ് ചോദിച്ചിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു അത്യാവശ്യത്തിനും ലീവ് തരാത്തവരുണ്ടോ? എന്തിനാ മോളെ നീ ഈ നശിച്ച ജോലി തുടരുന്നത്? ഓ, ഞാനിത് പറഞ്ഞ നിന്റെ മുഖം ചൊളിയും. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എന്താ അമ്മേ, ഇന്നത്തെ കാലത്ത് ഒരു സർക്കാർ ജോലി കിട്ടാന്ന് പറഞ്ഞാ അത് എളുപ്പമാണോ? ഈ നാട്ടിൽ വേറെ സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഇല്ലേ? അവർക്കൊക്കെ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ ലീവ് കൊടുക്കില്ലേ? ബാക്കി ജോലികളെ പോലെ ആണോ പോലീസ് ജോലി? അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളില്ലേ അമ്മേ? ആ ഉത്തരവാദിത്തങ്ങൾ കുറയ്ക്കാനാ ഞാൻ പറഞ്ഞത്. സ്വന്തം കുഞ്ഞിനോടും ഭർത്താവിനോടുമാ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. ആ, അതിന് ഗിരിയേട്ടൻ എത്രമാത്രം കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും മരുന്ന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഒരു സഹായം വേണ്ടേ പ്രീതി? ഹാ, അതിന് ഞാനുണ്ടല്ലോ. ഞാനൊരു നേഴ്സാണ്. ഗിരിയേട്ടനെ ഞാൻ നന്നായി നോക്കിക്കോളാം. നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ശരിയാ, പ്രീതിക്ക് അതൊരു ബുദ്ധിമുട്ടാവും. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ കഷ്ടമല്ലേ? മഞ്ജു ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ എല്ലാം ഏറ്റു. നീ എന്തിനാ ഏൽക്കുന്നത്? ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അവന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പറ്റും. ആ, ഇനി എന്താ വേണ്ടത്? ഗിരിയേട്ടനെ നോക്കാൻ ഇപ്പൊ 2 പേരായില്ലേ? ഇനി മഞ്ജു സമാധാനായിട്ട് ജോലിക്ക് പൊക്കോ. ഗിരിയേട്ടനെ അപായപ്പെടുത്താൻ ശ്രമിച്ചവർ ഇപ്പോഴും സ്വതന്ത്രരായി നടക്കുക. അനിതയെ പോലുള്ളവര് കേസ് വഴിതിരിച്ചു വിടാനേ നോക്കൂ. ശരിക്കുള്ള കുറ്റവാളിയെ പിടിക്കണമെങ്കിൽ മഞ്ജു തന്നെ അന്വേഷണം നടത്തണം. ശരിയാ, ഞാൻ ഡ്യൂട്ടിക്ക് പോയേ പറ്റൂ. നീ പൊയ്ക്കോ മഞ്ജു. ഗിരിയേട്ടനെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം.